അപ്പോൾ നമുക്ക് ഇന്നത്തെ നോമ്പുതുറയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഇന്ന് പുറത്ത് അത്യാവശ്യം നല്ലൊരു വെയിലുള്ള ക്ലൈമറ്റ് ആണ് കേട്ടോ. ഇന്നലെ പറയുമ്പോൾ നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ നേരെ അടുക്കളയിൽ കയറി. ഇന്ന് നമ്മൾ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞതാ ഇതുപോലെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാല ദോശയ്ക്കുള്ള ഉരുളക്കിഴങ്ങ് അവിടെ വെന്തോണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ സൈഡായിട്ട് വേറൊരു പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന ദിവസം ഇതുപോലെ എല്ലാ പരിപാടികളും നേരത്തെ തീർത്തിട്ട് നേരത്തെ ഫ്രിഡ്ജിൽ വെക്കും. അപ്പൊ രാത്രി എടുത്ത് കഴിക്കാൻ നേരത്ത് നല്ല ടേസ്റ്റ് ആണ്. പുഡിംഗ് ഒക്കെ സെറ്റായി വരും. അപ്പൊ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് പുഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ അതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ദോശയ്ക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു വുഡന്റെ കട്ടിംഗ് ബോർഡാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ലിങ്ക് വീഡിയോയുടെ മുകളിൽ കൊടുക്കാം. സവാള അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ നമ്മളുടെ ചോപ്പ ചമ്മന്തിക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഓറഞ്ചും മിന്റൊക്കെ ഇട്ടിട്ട് നല്ല കിടിലൻ ജ്യൂസ് അടിക്കുന്നുണ്ട്. പിന്നെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ആണ് കേട്ടോ നേരത്തെ മസാല തേക്കുന്നത് കണ്ടത്. അപ്പൊ നമ്മളുടെ വെള്ളച്ചട്നിയും ചോപ്പ് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് സെറ്റ് ആക്കുന്നത്. ഓറഞ്ചും മിന്റും ഒക്കെ ഇട്ടിട്ടാണ് ഇന്ന് നമ്മൾ ജ്യൂസ് അടിച്ചിട്ടുള്ളത്. പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയും ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളുടെ നോമ്പുതുറയുടെ വിശേഷങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ നോമ്പിന്റെ വിശേഷങ്ങൾ എന്നുള്ളത് കമന്റ്സിൽ പറയട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.